കമ്മിറ്റി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തകർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. ഈ മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് കലാശിച്ച് ഉള്ളത്. ബാരിക്കേഡ്, അതായത് നേരത്തെ തന്നെ നിയമസഭയ്ക്ക് മുന്നിൽ ബാരിക്കേഡ് കൃത്യമായി തന്നെ ക്രമീകരിച്ചിരുന്നു. ഈ പ്രതിഷേധക്കാരെ തടയുന്നതിന് വേണ്ടി ഈ നിയമസഭയ്ക്ക് വലതുവശത്തായി ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൻ്റെ മുൻവശത്തായിട്ട് തന്നെ വന്ന മാർച്ചിനെ പോലീസ് ബാരിക്കേഡ് കെട്ടി തടയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇവിടെ എത്തുകയും ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതിനുശേഷമായിരുന്നു ഈ KSUവിൻ്റെ പ്രവർത്തകർ പോലീസിന് നേരെ, അല്ലെങ്കിൽ ഈ ബാരിക്കേഡ് തള്ളി കയറുവാൻ വേണ്ടി ശ്രമിച്ച് പോലീസിന് നേരെ കമ്പും കല്ലുമൊക്കെ വലിച്ചെറിയാൻ വേണ്ടി തുടങ്ങി. +1 സീറ്റ് എണ്ണം വർദ്ധിപ്പിക്കുക, ഗ്രാന്റ് വിതരണം കൃത്യമാക്കുക, സ്കോളർഷിപ്പുകൾ പുനഃസ്ഥാപിക്കുക അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേസിൻ്റെ പ്രതിഷേധം നടക്കുന്നത്. റിനു, ബാരിക്കേഡിന് മുകളിൽ കയറിയാണ് ഇപ്പോൾ പ്രവർത്തകർ പ്രതിഷേധിക്കാനുള്ള നീക്കം നടത്തുന്നത്. നേരത്തെയും ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കാനുള്ള നീക്കം നടത്തുന്നതിനിടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോഴും ആ ഒരു പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്ന കാഴ്ചയാണ്. തീർച്ചയായും KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അലോഷ്യസ് സേവ്യറിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധിക്കുന്നത്. പ്രതിഷേധം ആദ്യഘട്ടത്തിൽ സമാധാനപരമായിരുന്നു. തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം നടത്തിയത്. ഉദ്ഘാടനത്തിന് ശേഷമാണ് ഈ ഒരു സംഘർഷത്തിലേക്ക് കലാശിച്ചത്. പോലീസ് എന്തായാലും സംയമനം പാലിക്കുന്നുണ്ട്. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ഉൾപ്പെടെ പോലീസിന് നേരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ഇവർ മുദ്രാവാക്യം മുഴക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 3 റൗണ്ട് ഈ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തുടർന്നാണ് ഇവർ പോലീസിന് നേരെ കമ്പും അതുപോലെ തന്നെ കല്ലും വലിച്ചെറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. തുടർന്ന് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നൊരു സാഹചര്യം. ഇപ്പോൾ മാർച്ച് സംഘർഷത്തിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം പോലീസ് സംയമനം പാലിക്കുകയാണ്. KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് മുദ്രാവാക്യം വിളി മാത്രമാണുള്ളത്. ബാരിക്കേഡ് തള്ളിക്കയറുവാനോ അപ്പുറത്തേക്ക് കടക്കുവാനോ ഇവർക്ക് കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് കൊടി ഉയർത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നേരത്തെ ഈ അവകാശ പത്രിക ഇവർ സമർപ്പിച്ചിരുന്നത്. ഈ അവകാശ പത്രിക അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയൊരു പ്രതിഷേധ പ്രകടനവുമായി ഇവിടേക്ക് നിയമസഭയ്ക്ക് മുന്നിലേക്ക് വരികയും വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത്. ഏകദേശം 500ഓളം വരുന്ന വിദ്യാർത്ഥികളുണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. ഈ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റ് പ്രകോപനമോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. പോലീസ് സംയമനം പാലിച്ചിരിക്കുകയാണ്. പക്ഷേ പോലീസിന് നേരെ ചെറിയ തോതിൽ കല്ലും അതുപോലെ തന്നെ ഇവർ കൊടി കെട്ടിക്കൊണ്ടുവന്ന കമ്പുൾപ്പെടെയുള്ള വലിച്ചെറിയുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇപ്പോൾ ഇവർ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാരിക്കേഡ് മുകളിൽ കുറച്ച് പേർ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പോലീസും തൊട്ടപ്പുറത്തായി പ്രകോപനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നിലകൊള്ളുന്നു. മുകളിൽ കയറി നിന്നുള്ള പ്രതിഷേധമാണ്. പോലീസ് സംയമനം പാലിക്കുന്നത്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. പക്ഷേ പ്രതിഷേധം ശക്തമായി തന്നെ ഏകദേശം 500ഓളം വരുന്ന പ്രതിഷേധക്കാർ ഉണ്ടെന്നാണ് റിനു ശ്രീധർ റിപ്പോർട്ട് ചെയ്യുന്നത്. റിനു, ആദ്യഘട്ടത്തിൽ ഈ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ ബാരിക്കേഡിന് മുകളിലേക്കൊക്കെ പ്രതിഷേധം കയറുന്ന സമയത്തൊക്കെ ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് എപ്പോഴും ഉണ്ടാകാറ്. ആ ശ്രമം തന്നെയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നടന്നിരിക്കുന്നത്. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും പ്രതിഷേധം ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. തീർച്ചയായും +1 സീറ്റ് വർദ്ധിപ്പിക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSU പ്രവർത്തകർ വലിയൊരു പ്രതിഷേധ മാർച്ച് ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം അവകാശ പത്രികയിൽ വിവിധ ആവശ്യങ്ങൾ ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. +1 സീറ്റ് വർദ്ധിപ്പിക്കുക, ഗ്രാന്റ് വിതരണം, അതുപോലെ തന്നെ കൺസെഷൻ കൃത്യമായി കൊടുക്കുക, ITI വിദ്യാർത്ഥികളുടെ പ്രവൃത്തി സമയം കുറയ്ക്കുക, ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കിയത് പിൻവലിക്കുക, ഒപ്പം 4 വർഷ ഡിഗ്രി മുന്നൊരുക്കമില്ലാതെ നടപ്പിലാക്കിയതിൻ്റെ പിഴവുകൾ പരിഹരിക്കുക എന്നീ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം സർക്കാർ കോളേജുകളിൽ സ്ഥിരം പ്രിൻസിപ്പൽമാരെ നിയമിക്കുക, നിയമ വിദ്യാർത്ഥികളുടെ യൂണിവേഴ്സിറ്റി ഫീസ് വർധന പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെയാണ് ഇവർ ഈ അവകാശ പത്രികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിരുന്നത്. ഈ അവകാശ പത്രിക അംഗീകരിക്കുക എന്നുള്ളതാണ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലും ഈ KSU പ്രവർത്തകർ +1 സീറ്റ് വർധനയുമായി ബന്ധപ്പെട്ടു, അതുപോലെ തന്നെ നെറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബാരിക്കേഡ് തകർക്കുവാനുള്ള അല്ലെങ്കിൽ തള്ളിക്കയറുവാനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പോലീസ് കൃത്യമായി തന്നെ സംയമനം പാലിച്ച് അപ്പുറത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 3-4 ഘട്ടമായി ഈ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും സമരക്കാർ ഇവിടുന്ന് പിന്തിരിയുവാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഇവർ ബാരിക്കേഡിൻ്റെ കയറുകൾ അഴിച്ച്
ഈ അപ്പുറത്തേക്ക് കടക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു. പക്ഷേ പോലീസ് കൃത്യമായി തന്നെ അത് തടയുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് പ്രകോപനമൊന്നുമില്ലാതെ സംയമനം പാലിക്കുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും ജലപീരങ്കി മാത്രമാണ് നിലവിൽ സമരക്കാർക്ക് നേരെ പ്രയോഗിച്ചിട്ടുള്ളത്. മറ്റ് ലാത്തി ചാർജോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ നിലവിൽ ഉണ്ടായിട്ടില്ല. റിനു, +1 സീറ്റ് പ്രതിസന്ധി വിഷയം മാത്രമല്ല, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSUവിൻ്റെ ഇന്നത്തെ നിയമസഭാ മാർച്ച്. ആ മാർച്ചാണ് ഇപ്പോൾ ഒരു പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ സംഘർഷത്തിലേക്ക് സാഹചര്യം നീങ്ങിയിട്ടില്ലെങ്കിൽ പോലും ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടക്കുന്നു. +1 സീറ്റ് എണ്ണം വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല, ഗ്രേഡ് വിതരണം നടപ്പിലാക്കുക, നേരത്തെ റിനു ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ കൃത്യമാക്കുക, സ്കോളർഷിപ്പ് പുനഃസ്ഥാപിക്കുക അടക്കം ബസ് കൺസെഷൻ. എന്താണ് സാഹചര്യം ഇപ്പോൾ? നിലവിൽ KSUവിൻ്റെ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലായിട്ടും അതുപോലെ തന്നെ ബാരിക്കേഡ് തകർക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം, ഒപ്പം ഈ കമ്പും ചെറിയ രീതിയിൽ കല്ലുകളും പോലീസിന് നേരെ വലിച്ചെറിയുന്നുണ്ട്. പക്ഷേ പോലീസ് ബാരിക്കേഡിനപ്പുറം നിയമസഭയുടെ മുൻവശത്തായി നിലയുറപ്പിച്ചിട്ടുണ്ട്, സംയമനം പാലിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രകോപനപരമായ രീതിയിൽ ഒരു പ്രശ്നത്തിലേക്ക് പോകാതെ സമരം ചെയ്യുമെന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ KSU നേതാക്കളൊക്കെ തന്നെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു പ്രകോപനത്തിലേക്ക് പോയിരിക്കുന്നു. ബാരിക്കേഡ് അഴിച്ച് അല്ലെങ്കിൽ ബാരിക്കേഡ് കെട്ടിയിരിക്കുന്ന കയറുകളെല്ലാം അഴിച്ച് ബാരിക്കേഡ് മറിച്ചിട്ട് അതിന് മുകളിലൂടെ അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് നടന്നതെങ്കിലും അതിൽ നിന്നിപ്പോൾ KSU പ്രവർത്തകർ പിന്തിരിഞ്ഞിരിക്കുന്നു. ഒപ്പം ഈ ബാരിക്കേഡിന് മുകളിലേക്ക് കയറിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. വിവിധ ആവശ്യങ്ങളാണ് നേരത്തെ തന്നെ ഇവർ ഉന്നയിച്ചിട്ടുള്ളത്. അലോഷ്യസ് സേവ്യറിൻ്റെ നേതൃത്വത്തിൽ, KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്, അലോഷ്യസ് സേവ്യറിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രതിഷേധം വന്നത്. VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യുന്നതുവരെ സമാധാനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി മാത്രമാണ് ഇവർ ഇരുന്നതെങ്കിലും പ്രതിപക്ഷ നേതാവ് പോയതിനു ശേഷം വലിയ രീതിയിലേക്ക് മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ഈ ബാരിക്കേഡ് തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയെങ്കിലും അവർക്കതിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്തായാലും ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഇതൊക്കെയാണ്. +1 സീറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ ആവശ്യം. ഗ്രാൻഡ് വിതരണം കൃത്യമായി നടപ്പിലാക്കുക, സ്കോളർഷിപ്പ് പുനഃസ്ഥാപിക്കുക, അതുപോലെ തന്നെ ബസ് കൺസെഷനിൽ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ്. ഒപ്പം ITI വിദ്യാർത്ഥികളുടെ പ്രവൃത്തി സമയം കുറയ്ക്കുക, ശനിയാഴ്ച പ്രവൃത്തി ദിനം ആക്കിയത് പിൻവലിക്കുക എന്നുള്ള ആവശ്യവും KSU മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 4 വർഷം ഡിഗ്രി മുന്നൊരുക്കമില്ലാതെ നടപ്പിലാക്കിയതിൻ്റെ പിഴവുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യങ്ങളിലൊന്ന്. ഒപ്പം സർക്കാർ കോളേജുകളിൽ സ്ഥിരം പ്രിൻസിപ്പാളന്മാരെ നിയമിക്കുക, നിയമ വിദ്യാർത്ഥികളുടെ യൂണിവേഴ്സിറ്റി ഫീസ് വർധന പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ, ഇതെല്ലാം തന്നെയാണ് ഇവർ ഈ ഒരു ആവശ്യവുമായി അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചിരുന്നത് നേരത്തെ തന്നെ. തുടർന്നാണ് ഈ പത്രിക അല്ലെങ്കിൽ ഇവരുടെ അവകാശ പത്രിക അംഗീകരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയും ഇവിടെ ബാരിക്കേഡ് തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തത്. പക്ഷേ പോലീസ് കൃത്യമായി സംയമനം പാലിച്ചു. എങ്കിൽ പോലും 3-4 റൗണ്ടുകളിലേക്ക് ജലപീരങ്കി പ്രയോഗിക്കേണ്ടുന്ന ആ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രതിസന്ധിയിൽ അടക്കമുള്ള പ്രതിഷേധങ്ങളുമായാണ് KSUവിൻ്റെ പ്രതിഷേധ മാർച്ച് നിയമസഭയിലേക്ക് നടന്നിരിക്കുന്നത്. അത് കൊടികൾ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചും പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നാണ് അലോഷ്യസ് സേവ്യർ അടക്കമുള്ളവരുടെ പ്രതിഷേധം നടക്കുന്നത്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം അടക്കം ഇപ്പോൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. പോലീസ് സംയമനം പാലിക്കുന്നതിനിടെ ഇതിനിടയിൽ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തു പോയതിനു ശേഷമാണ് ഈ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടന്നത്. ഇപ്പോൾ പ്രതിഷേധം തുടരുകയാണ്. റിനു ശ്രീധർ, അലോഷ്യസ് സേവ്യർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് നേതാവിൻ്റെ അടക്കമുള്ള പ്രതിഷേധമാണ് കാണുന്നത്. തീർച്ചയായും KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ഒരു പ്രതിഷേധ മാർച്ച് ഇവിടേക്ക് എത്തിയത്. തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ആണ് ഇത്തരത്തിലൊരു ചെറിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് പോയത്. പക്ഷേ ഇപ്പോഴും പ്രതിഷേധക്കാർ അല്ലെങ്കിൽ KSU വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പിന്തിരിയാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ളവർ ബാരിക്കേഡിന് മുകളിലുണ്ട് എന്നുള്ളതാണ്. പോലീസ് കൃത്യമായി തന്നെ സംയമനം പാലിച്ച് അപ്പുറത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രകോപനപരമായിട്ടുള്ളൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ KSUക്കാർ പോലീസിന് നേരെ കമ്പും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ കല്ലുകളും എറിയുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞെങ്കിൽ പോലും ബാരിക്കേഡ് തകർത്ത് അപ്പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ബാരിക്കേഡ് തകർക്കുവാനോ KSU
വിദ്യാർത്ഥികൾക്ക് ആയിട്ടില്ല എന്നുള്ളതാണ്. വീണ്ടും അവർ ഒരു വശത്ത്, അതായത് ബാരിക്കേഡിന് ഒരു വശത്ത് ഒരല്പം വഴിയുണ്ടായിരുന്നു. ആ പ്രദേശത്ത് ഒരു ബാരിക്കേഡ് വെച്ച് പോലീസ് മറച്ചിരുന്നു. അവിടേക്ക് കല്ലുകരുത്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുവാൻ വേണ്ടിയിട്ടുള്ള വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു എന്നുള്ളതാണ്. പോലീസുകാരുടെ അടക്കം ദേഹത്തേക്ക് ജലപീരങ്കി വീഴുന്നൊരു കാര്യം. ജലപീരങ്കി സമര ഭടന്മാരുടെ അല്ലെങ്കിൽ പ്രതിഷേധക്കാരുടെ അടുത്തേക്കാണ് ഈ ഒരു ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും അതിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അത് ഫലവത്തായില്ല. ഒപ്പം KSU വിദ്യാർത്ഥികൾ കൂവി വിളിക്കുന്ന ഇപ്പോൾ മറ്റൊരു ജലപീരങ്കി കൂടി എത്തിച്ച് പ്രതിഷേധക്കാർക്ക് നേരെ പ്രയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. 2 ജലപീരങ്കികൾ, ഒരെണ്ണം എന്തോ ഒരു കംപ്ലൈൻ്റ് ആയി എന്ന് തോന്നുന്നു. ജലപീരങ്കി കൃത്യമായി തന്നെ പ്രയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. തുടർന്നാണ് രണ്ടാമത്തെ ജലപീരങ്കി തൊട്ടടുത്ത് നിന്ന് നിയമസഭയുടെ കവാടത്തിൽ നിന്ന് എത്തിച്ച് ഈ പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 ജലപീരങ്കികൾ ഒരുമിച്ച് വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് പ്രയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വലിയ രീതിയിൽ പ്രതിഷേധം അത്ര അങ്ങ് പ്രകോപനം ഉണ്ടായില്ലെങ്കിൽ പോലും 2 ജലപീരങ്കികൾ ഒരുമിച്ച് പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ പ്രയോഗിക്കുന്ന ഒരു കാഴ്ച. കല്ലുകൾ വലിച്ചെറിയുന്ന ഒരു കാഴ്ചയാണ്. പോലീസിന് നേരെ KSU പ്രവർത്തകർ കമ്പും കല്ലും വലിച്ചെറിയുന്നുണ്ട്. പോലീസ് തൊട്ടപ്പുറത്ത് ബാരിക്കേഡ് തകർക്കാതിരിക്കുവാൻ അല്ലെങ്കിൽ തകരാതിരിക്കുവാൻ വേണ്ടി ഒരു ഇടപെടലും നടത്തുന്നുണ്ട്. പക്ഷേ ബാരിക്കേഡ് തള്ളിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് KSU വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പുറകിൽ നിന്ന് ഇവർ കല്ല് വലിച്ചെറിയുന്നുണ്ട്. അത് സമരം ചെയ്യുന്ന പ്രതിഷേധക്കാരുടെ ദേഹത്ത് തന്നെ വീഴുന്ന ഒരു സാഹചര്യം. ഒപ്പം ഈ വരുൺ, അതായത് ഈ ജലപീരങ്കിയുടെ മുകളിലേക്ക് കല്ലും കമ്പുകളും വലിച്ചെറിഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ നിന്ന് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ വലിയ പ്രകോപനത്തിലേക്കോ അല്ലെങ്കിൽ വലിയൊരു അക്രമാസക്തമായ സമരത്തിലോ പോയില്ലെങ്കിൽ പോലും ഇവർ 2 ജലപീരങ്കികൾ ഒരുമിച്ച് വിദ്യാർത്ഥികളുടെ നേരെ പ്രയോഗിക്കുകയായിരുന്നു പോലീസ്. ഇപ്പോൾ വിദ്യാർത്ഥികൾ വീണ്ടും ഈ ബാരിക്കേഡിന് സമീപത്തേക്ക് വരികയും പോലീസിന് നേരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങളും വിളിക്കുകയും ചെയ്യുകയാണ് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും പ്രതിഷേധക്കാർ അല്ലെങ്കിൽ KSU വിദ്യാർത്ഥികൾ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ബാരിക്കേഡ് ഉയർത്തി, അതായത് താഴേക്ക് ഇട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ നിലവിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും പ്രതിഷേധം വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുവാൻ വേണ്ടിയിട്ടുള്ള ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. 6ാം തവണയും വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്നിട്ടും വിദ്യാർത്ഥികൾ പിന്നോട്ടില്ല. ഇവിടെ പരസ്പരം കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവർ മുദ്രാവാക്യം മുഴക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.